ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ സിസേഴ്സ് ആക്ച്വലി ചരിച്ച് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്ലൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് കൂടുതൽ ഏജ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. ഓവറായിട്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക. നമ്മൾക്ക് എപ്പോഴും കണ്ണെഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോഫ്റ്റ് കർവ്സും സോഫ്റ്റ് എഡ്ജസുമാണ് 2025 വരാൻ പോകുന്ന ട്രെൻഡ്. നിങ്ങൾ കൂടുതലായിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം പ്രായം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിലുള്ള പ്രിന്റ്, വലിയ രീതിയിലുള്ള പ്രിന്റ്, സോഫ്റ്റ് പ്രിന്റ്, ആ ഒരു പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ്ലി ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. ഇല്ലെങ്കിൽ അത് നിങ്ങളെ കുറച്ചും കൂടെ ഓൾഡ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. മിക്ക ആൾക്കാരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഹെയർ കളർ ചെയ്യാന്നുള്ളത്. പുതിയതായിട്ടുള്ള ടെക്നിക്കാണ് കളർ മെൽറ്റ് എന്ന് പറയും. ഡാർക്കർ കളേഴ്സ് ടു ലൈറ്റർ കളേഴ്സ് ഗ്രാജുവൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്.